ഇന്നത്തെ അറിയിപ്പുകൾ. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടി. സെപ്റ്റംബർ 15 വരെയാണ് തീയതി നീട്ടിയിരിക്കുന്നത്. എല്ലാ വർഷവും ജൂലൈ 31 അവസാന തീയതി. സെൽഫ് അസസ്മെന്റ് ടാക്സ് ഡെപ്പോസിറ്റുകൾക്കുള്ള അവസാന തീയതി ജൂലൈ 31. TDS, TCS, അഡ്വാൻസ് ടാക്സ് പേയ്മെന്റുകൾ എന്നിവ കണക്കാക്കിയ ശേഷം നൽകേണ്ട തുകയാണ് ഈ നികുതി. അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. ദീർഘദൂര ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റ് പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അടുത്ത മാസം 22 മുതൽ സമരം. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 1 രൂപയിൽ നിന്ന് 5 രൂപയായി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 22 മുതൽ അനിശ്ചിതകാല സമരത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി ജൂലൈ 8 സൂചനാ സമരം നടത്തും. 140 കിലോമീറ്റർ ദൂരത്തിലധികം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകാനുള്ള നടപടി സ്വീകരിക്കുക, വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് വിതരണം കാലോചിതമായി പരിഷ്കരിക്കുക, ബസ് ഉടമകളിൽ നിന്ന് അമിതമായി പിഴ ഈടാക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക, ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന അശാസ്ത്രീയമായ നടപടികൾ പിൻവലിക്കുക, ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കുക എന്നിവയാണ് മറ്റാവശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജൂലൈ മാസത്തിൽ രാജ്യത്ത് മൊത്തം 13 ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല. പ്രാദേശിക, ദേശീയ അവധികൾ അടക്കമാണിത്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ അവധി ദിനങ്ങളിൽ വ്യത്യാസമുണ്ടാകും. കേരളത്തിൽ ഞായറാഴ്ചകളിലും 2ാമത്തെ ശനിയാഴ്ചയും 4ാമത്തെ ശനിയാഴ്ചയും ബാങ്കിന് അവധിയാണ്. പ്രാധാന്യമനുസരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് ബാങ്കുകൾക്ക് അവധി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഹോളിഡേ കലണ്ടർ അനുസരിച്ചാണ് ജൂലൈ മാസത്തിൽ 13 ബാങ്ക് അവധികൾ വരുന്നത്. ജൂലൈ 1 മുതൽ പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമാക്കി. പുതിയ പാൻ കാർഡിന് ആധാർ നമ്പറും ആധാർ വെരിഫിക്കേഷനും നിർബന്ധമാക്കി സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഉത്തരവിറക്കി. നേരത്തെ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല. സാധുതയുള്ള തിരിച്ചറിയൽ രേഖയോ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ലഭിക്കുമായിരുന്നു. പുതിയ ചട്ടമനുസരിച്ചാണ് പുതിയ പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമാക്കിയത്. ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പുതിയ മാറ്റം. നികുതി വെട്ടിപ്പ് തടയാൻ ഇത് ഏറെ സഹായകമാകുമെന്നും അധികൃതർ അറിയിച്ചു. നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ 31. ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ അടുത്ത വർഷം മുതൽ പ്രവർത്തനരഹിതമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി ജൂലൈ 15 മുതൽ 17 വരെ സംഘടിപ്പിക്കുന്ന ത്രിദിന സൗജന്യ സംരംഭകത്വ പരിശീലനത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. എറണാകുളം കളമശ്ശേരിയിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്യാമ്പസിലാണ് പരിശീലനം. പേര് രജിസ്റ്റർ ചെയ്യുന്നതിനായി ഫോൺ മുഖേനയോ nbfc.coordinator@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ജൂലൈ 10 ബന്ധപ്പെടേണ്ടതാണ്. സംരംഭങ്ങൾ ആരംഭിക്കാൻ നടപടികൾ സ്വീകരിച്ചവരെയും സംരംഭങ്ങൾ ആരംഭിച്ചവർക്കുമാണ് പ്രവേശനം ലഭിക്കുക. ആഗോള കമ്പനികളും സ്ഥാപനങ്ങളും നടപ്പാക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തമുള്ള സംരംഭങ്ങളെ ആദരിക്കുന്നതിനായി ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷൻ ഈ വർഷത്തെ CSR അവാർഡിനായി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വൻകിട കമ്പനികൾക്ക് തൊഴിലും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിനപ്പുറം സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും സാധിക്കും എന്ന ആശയമാണ് 2012 അവാർഡ് ഏർപ്പെടുത്തിയതിന് പിന്നിൽ. പ്രശസ്തിപത്രവും ട്രോഫിയും അടങ്ങുന്നതാണ് അവാർഡ്. പ്രമുഖ വ്യക്തികൾ അടങ്ങുന്ന ജൂറിയാണ് നാമനിർദ്ദേശങ്ങൾ പരിശോധിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന സംസ്ഥാനത്തുടനീളമുള്ള കമ്പനികളിൽ നിന്ന് വിജയിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. അപേക്ഷ ലഭിക്കാനുള്ള അവസാന തീയതി ജൂലൈ 10. മത്സ്യഫെഡും ദേശീയ ന്യൂനപക്ഷ വികസന കോർപ്പറേഷനും സംയുക്തമായി നൽകുന്ന വിദ്യാഭ്യാസ വായ്പയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായവരുടെ മക്കൾക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്നത്. 5 വർഷത്തിൽ കൂടുതലല്ലാത്ത സാങ്കേതികവും തൊഴിൽപരവുമായ കോഴ്സുകൾക്കാണ് സഹായം. ഇന്ത്യയിലെ കോഴ്സുകൾക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെയും ഇന്ത്യക്ക് പുറത്തുള്ള കോഴ്സുകൾക്ക് പരമാവധി 30 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കും. കോഴ്സ് പൂർത്തീകരിച്ച് 6 മാസം കഴിയുകയോ അല്ലെങ്കിൽ തൊഴിൽ ലഭിച്ചതിനു ശേഷമോ വായ്പ തിരിച്ചടച്ചാൽ മതിയാകും.